ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു താഡിഷ് കിച്ചൺ. നമുക്ക് ഇന്നിവിടെ നോക്കാൻ പോകുന്ന മാമ സ്പൈസി നൂഡിൽസ്, സാലഡ്സ് ഒക്കെ ഇട്ടിട്ട് ഉള്ളൊരു നൂഡിൽസാണ്. മാമ നൂഡിൽസ് എന്ന് പറഞ്ഞിട്ട് പാക്കറ്റിൽ നമുക്ക് മേടിക്കാൻ കിട്ടും, ലുലുവിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഇട്ടിട്ട് കുറച്ചും കൂടി സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു നൂഡിൽസാണ്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നല്ല സ്പൈസി, നല്ല ടേസ്റ്റാണ്. ലെമണെല്ലാം ഇട്ടിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. ഓക്കെ, മാമ സ്പൈസി നൂഡിൽസ് നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ചിക്കൻ, മിൻസ്ഡ് ചിക്കൻ, അത് നമുക്ക് വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം, വേവിക്കാം. മിൻസ്ഡ് ചിക്കൻ കുരുകുരാന്ന് അരിഞ്ഞ് കിട്ടുന്ന ഒരു മെഷീനിലിട്ട് മിൻസ് ചെയ്ത് കിട്ടുന്ന മിൻസ്ഡ് ചിക്കൻ, അത് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം. ഇത് നൂഡിൽസാണ്, നൂഡിൽസ് വിത്ത് സാലഡ്സാണ്. അപ്പോൾ ചിക്കൻ നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം. മിൻസ്ഡ് ചിക്കൻ ചെറിയ കുരുകുരാന്ന് ഇരിക്കും ചിക്കൻ പീസായിട്ട്, വലിയ പീസായിട്ട് ഉണ്ടാവില്ല, ചെറിയ കുരുകുരാന്ന് ഉണ്ടാവുള്ളൂ. അത് ബോയിൽ ചെയ്യാം. അന്ന് ബോയിൽ ചെയ്തെടുക്കുമ്പോൾ ഇപ്പോൾ ഒന്ന് തിളച്ചു റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ എത്രയും ഇതായിട്ട് വരും. ഇപ്പോൾ റെഡിയായി, ബോയിലായി. അപ്പോൾ ബോയിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അടുത്തത് സലാമി വേണം. സലാമി, പിന്നെ സോസേജ്. സലാമി നമുക്ക് അവിടെ മേടിക്കാൻ കിട്ടും, എല്ലായിടത്തും ഉണ്ട്. പിന്നെ സോസേജ്, ചിക്കൻ സോസേജോ ഏത് സോസേജാണോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ഇടാം. അത് ചിക്കൻ സലാമി. സലാമി എന്ന് പറഞ്ഞാൽ കുറച്ച് നേർത്തിട്ടുള്ള പീസുകളാണ്, അത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ക്യാരറ്റും ക്യാബേജും കുരുകുരാന്നരിഞ്ഞിട്ട്, ക്യാരറ്റ് നീളത്തിലരിഞ്ഞിട്ട് അത് രണ്ടും വേണം. പിന്നെ ലെമൺ വേണം, 3 ലെമൺ. ലെമൺ ചേർത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ്. പിന്നെ ഷുഗർ വേണം, ചില്ലി വേണം, ഫിഷ് സോസ്. അതല്ലെങ്കിൽ ഫിഷ് സോസ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുക. അത് ചില്ലി സ്മാഷ് ചെയ്തത് കേട്ടോ, സ്മാഷ് ചെയ്ത ചില്ലി ഒരു 7-8 ചില്ലി ചേർക്കുക. നല്ല സ്പൈസിയാണ് സാധനം. പിന്നെ വേണ്ടത് മാമ തൊമ്യം ടേസ്റ്റുള്ള മാമ കിട്ടും, മാമ നൂഡിൽസ്. അത് ലുലുവിലൊക്കെ അവൈലബിൾ ആണ്. അത് 3 പാക്കറ്റാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അത് തൊമ്യമ്മിൻ്റെ ടേസ്റ്റ് കിട്ടും. അതിനകത്ത് മസാല ഉണ്ടാവും, 2 പാക്കറ്റ്, അതും ചേർക്കും. നമുക്കിപ്പോൾ അതിനകത്ത് ചില്ലി, ചതച്ച് വെച്ചിരുന്ന ചില്ലി അതിനകത്തേക്ക് ഇട്ടു. നമ്മുടെ മിൻസ്ഡ് ചിക്കൻ നമ്മൾ തിളപ്പിച്ച് വെച്ചിരുന്നല്ലോ, അതിനകത്തേക്ക് ചില്ലി സ്മാഷ് ചെയ്ത് വെച്ചിരുന്ന ഇട്ടു. പിന്നെ 2 സ്പൂൺ ഫിഷ് സോസ് 2 സ്പൂൺ. അതല്ല ഫിഷ് സോസിന് പകരം ഉപ്പാണെന്നുണ്ടെങ്കിൽ ഉപ്പിട്ടാലും മതി ആവശ്യത്തിന്. ഇതിപ്പോൾ പഞ്ചസാര ഇട്ടു നമ്മൾ, 1 സ്പൂൺ പഞ്ചസാര, 1 സ്പൂൺ ഷുഗർ. പിന്നെ ഉപ്പിടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മതിയാവും, അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. മറ്റേ മസാല നൂഡിൽസിൻ്റെ പാക്കറ്റിൽ നിന്ന് 2 പാക്കറ്റ് ഉണ്ടാവും. 1 മസാലപ്പൊടി, പിന്നെ സ്പൈസി ഓയിലിൽ ഉള്ളൊരു സ്പൈസി ഉണ്ടാവും 1 പാക്കറ്റിൽ. അത് രണ്ടും നമുക്ക് മിക്സ് ചെയ്യാം ഈ നമ്മൾ മിൻസ്ഡ് ചിക്കൻ്റെ കൂടെ. നമുക്ക് അതിനകത്തേക്ക് അങ്ങോട്ട് ഇടാം മസാലപ്പൊടി, പിന്നെ ചില്ലി ഫ്ലേവർ. ചില്ലിയും എല്ലാം കൂടിയിട്ടുള്ള ആ തൊമ്യമ്മിൻ്റെ ടേസ്റ്റാണ് വരിക. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് 2 ഇടുന്നത്. 3 പാക്കറ്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 3 പാക്കറ്റിൻ്റെ പൊടി അതിനകത്ത് നമ്മൾ ഇടുന്നുണ്ട്. പൊടിയും ഇത് ഓയിലും.
അത് രണ്ടും കൂടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളം ചൂടാക്കാൻ വയ്ക്കാം. വെള്ളം ഒന്ന് ബോയിലായി കഴിയുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ്, അതായത് ക്യാബേജ് കട്ട് ചെയ്ത് വെച്ചിരുന്നതും പിന്നെ ക്യാരറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ബോയിൽ ചെയ്തെടുക്കാം. അത് ജസ്റ്റ് ഒന്ന് മുങ്ങണ രീതിയിലുള്ള വെള്ളം മതി, വെള്ളം അധികം വേണ്ട. ആ സമയം നമുക്ക് നാരങ്ങ മറ്റേതിൽ പിഴിഞ്ഞ് വയ്ക്കാം. 3 നാരങ്ങ, ചെറുനാരങ്ങ പിഴിഞ്ഞ് വയ്ക്കാം. എന്നിട്ട് അതിനകത്തേക്ക് ഈ വെജിറ്റബിൾ, കുക്ക് ചെയ്ത വെജിറ്റബിൾ നമുക്ക് അതിനകത്തേക്ക് ഇടാം. ക്യാരറ്റും ക്യാബേജും. അത് ജസ്റ്റ് അധികം ഇട്ട് വേവിക്കണ്ട, കുറച്ച് സമയം മതി. 5 മിനിറ്റ് മതിയാവും. 5 മിനിറ്റ് വേവിച്ചാൽ മതി. അതിനുശേഷം നമുക്ക് സലാമി ഇട്ടൊന്ന് തിളപ്പിക്കാം. സലാമി ഇട്ട് കഴിയുമ്പോൾ അത് താഴത്തേക്ക് പോകും. അത് കുക്കായി വരുമ്പോൾ മുകളിലേക്ക് ഫ്ലോട്ടാവും. അപ്പോൾ ആ ഫ്ലോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് കോരിയെടുക്കാം. സെയിം വെള്ളത്തിൽ തന്നെ ഇട്ടാൽ മതി, വേറെ വെള്ളം എടുക്കണ്ട. ക്യാരറ്റ് തിളപ്പിച്ചെടുത്ത വെള്ളത്തിനകത്ത് തന്നെ ഇട്ടാൽ മതി. അപ്പോൾ ഫ്ലോട്ട് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് ഫ്ലോട്ടാവും. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് മതിയാവും. അപ്പോൾ അകത്തേക്ക് അത് ഫ്ലോട്ടാവും. അത് കുക്കായിട്ടുണ്ട്. അതിന് പതുക്കെ നമുക്ക് അതിനെ അതിനകത്തേക്ക് എടുത്ത് മിക്സ് ചെയ്യാം. ഇനി നമുക്കുള്ളത് സോസേജാണ്. സോസേജ് പെട്ടെന്നാവും. അപ്പോൾ സോസേജ് ഓൾറെഡി കുക്ക്ഡ് സാധനമാണ്. അത് ജസ്റ്റ് ഒന്നിട്ട് എടുത്താൽ മതി. ഒരു 1 മിനിറ്റ് മതിയാവും. 1 മിനിറ്റ് തന്നെ വേണ്ട. ജസ്റ്റ് ഒന്ന് എടുത്ത് ഒന്ന് ചൂടാക്കിയിട്ട് അവിടെ എടുക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ആ ക്രിസ്പിനെസ് പോവും. സോസേജിന് ഒരു ക്രിസ്പിനെസ് ഉണ്ട്, അത് പോവും. അല്ലെങ്കിൽ അതും എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ളത് നൂഡിൽസാണ്. നൂഡിൽസ് ഇതിങ്ങനെ പാക്കറ്റ് പൊട്ടിച്ചത് അതിനകത്തേക്ക് ഇടുക. ആ സെയിം വെള്ളത്തിൽ തന്നെ, സെയിം വെള്ളത്തിലേക്ക് തന്നെ 3 ഇടുക. 3 പാക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 പാക്കറ്റ് നമുക്കൊരു 4 പേർക്ക് കഴിക്കാനുണ്ടാവും. അധികം കൂടുതൽ കഴിക്കണവരാണെങ്കിൽ 3 പേർക്ക് പറ്റുള്ളൂ. ഇത് നമുക്ക് ഒന്ന് അത് തിളച്ചുകൊണ്ടിരിക്കാനുള്ള വെള്ളം. അപ്പോൾ അതിനകത്ത് ശരിക്ക് ഒരു 2 മിനിറ്റ്സ് നൂഡിൽസ് എന്നാണ് മാഗി ആഡ് ചെയ്തേക്കണേ. അപ്പോൾ 2 മിനിറ്റ്സ് ശരിക്കും മതിയാവും ഈ നൂഡിൽസ് തിളപ്പിക്കാൻ. കറക്റ്റാണ്. എല്ലാ നൂഡിൽസും 2 മിനിറ്റ് മതി ശരിക്കും. അതൊരുവിധം അങ്ങനെ സെപ്പറേറ്റ് ആവും. ക്രിസ്പി ആയിട്ടാണ് നമ്മൾ ഇടുന്നത്. പക്ഷേ ഇട്ട് കഴിഞ്ഞ് ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് വെള്ളത്തിൽ അരിഞ്ഞു കഴിഞ്ഞു ഉണ്ടോ. പൊടിച്ചിടണമെന്നില്ല, അത് അങ്ങനെ തന്നെ ഇട്ടാൽ മതി. അപ്പോൾ അത് നീളത്തേക്ക് ഇട്ട് നൂഡിൽസ് നീളത്തിൽ തന്നെ വേണം. എന്നിട്ട് ഫോർക്ക് വെച്ച് ചുരുട്ടിയെടുത്ത് കഴിച്ചാൽ മതിയില്ല. അത് നമുക്ക് എടുക്കാം. 2 മിനിറ്റ് അതിനകത്ത് ഇട്ടാൽ മതി. കൂടുതൽ നേരം ഇട്ടാൽ അത് വളവളാന്ന് ആക്കണ്ട. അതാകെ നാശമായി പോകും കൂടുതൽ നേരം വെള്ളത്തിലിട്ടാൽ. അത് കോരിയെടുക്കാം. അത് കംപ്ലീറ്റ് നൂഡിൽസും അതിനകത്തുനിന്ന് എടുത്തു. ആ വെള്ളം നമ്മൾ യൂസ് ചെയ്യില്ല. ഇതിനകത്ത് വെള്ളം ഉണ്ടല്ലോ ഓൾറെഡി. നമ്മുടെ മിൻസ്ഡ് ചിക്കൻ തിളപ്പിച്ച വെള്ളവും കുറച്ചുണ്ട്, അത് മതിയാവും. ഇത് കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കും. ഇനി അത് നമുക്ക് എല്ലാം കൂടി അങ്ങനെ ഇട്ട് മിക്സ് ചെയ്യാം ശരിക്ക്. നാരങ്ങയും മുളകും, നല്ല മുളകും, നല്ല സ്പൈസി ആയിരിക്കും. സൂപ്പർ സ്പൈസിയാണ്. ശരിക്കും മിക്സ് ചെയ്യുക. ശരിക്കും മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സംഭവം റെഡി ചെയ്യും. നൂഡിൽസിൽ ആ ടേസ്റ്റ് എല്ലാം കൂടി പിടിക്കുക. ചിക്കൻ മിൻസ്ഡ് ചിക്കൻ എല്ലായിടത്തും പോകും. അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് കംപ്ലീറ്റ് അങ്ങ് വരും. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മറ്റേ കോറിയൻഡർ ലീഫ്, മല്ലിയില കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൂടി ഇട്ട് മിക്സ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കൂടി വരും ഇലയുടെ. സംഭവം റെഡി. ജസ്റ്റ് ഒന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ റെഡി. നമുക്കിനി അത് സെർവ് ചെയ്യാം. റെഡി ടു ഈറ്റ്. അത് ഒരു തവണ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റിപ്പീറ്റഡായിട്ട് നിങ്ങൾ കഴിച്ചിരിക്കും.
You try at home. You can subscribe this channel. You will get new updates. Please try at home. You will be addicted to this. Always you will make it. I am sure. Thank you for watching this video.